എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ജിയാങ്ങിന്റെ വീടാണ്. ജിയാങ്ങിന്റെ അമ്മ ഇതുവരെ ജിയാങ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു എന്നത് അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അത് അറിയുന്നത്. ഒപ്പം തന്നെ അവൾ ഇഷ്ടപ്പെടുന്ന യുവാൻ അതേ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആളാണെന്ന് അറിയുമ്പോൾ അമ്മയ്ക്ക് അത് ഭയങ്കര ഷോക്കായിരുന്നു. ഹസ്ബൻഡിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അമ്മയ്ക്ക് ആകെ പേടിയാണ് അവിടെ പോയി ജിയാങ്ങിന് വല്ലതും സംഭവിക്കും എന്നല്ല. എന്തായാലും ഇപ്പോൾ അമ്മ അതിന്റെ പേരിലാകെ കലിപ്പായിരിക്കുമ്പോൾ ജിയാങ് സംസാരിക്കാനായി ചെല്ലുമ്പോൾ തന്നോട് കള്ളം പറഞ്ഞതിന്റെ പേരിൽ അമ്മ അവളോട് മിണ്ടാനൊന്നും തയ്യാറല്ല. നന്നായിട്ട് തന്നെ ദേഷ്യപ്പെടുന്നുണ്ട്. യുവാൻ സംസാരിക്കുമ്പോൾ അമ്മ കുറച്ചുകൂടെ ശാന്തമായി മനസ്സിലുള്ള കാര്യങ്ങൾ അവനോട് പറയുന്നു. അതായത് ഹസ്ബൻഡിന് സംഭവിച്ചതൊക്കെ. യുവാനിന് കൊച്ചുനാളിലെ മുതലേ ജിയാങ്ങിന്റെ അച്ഛൻ ഉണ്ടാക്കി കൊടുക്കുന്ന നൂഡിൽസ് വലിയ ഇഷ്ടമായിരുന്നു. നല്ല ഫേമസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നൂഡിൽസ്. അങ്ങനെ വളരെ ഒതന്റിക് ആയ രീതിയിൽ നല്ല സ്വാദിഷ്ടമായി ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ എന്നാൽ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം നൂഡിൽസ് അങ്ങനെ ബ്രാൻഡായി തുടങ്ങിയിരുന്നു. അത് വളരുന്നത് കണ്ട് വലിയ കമ്പനികൾ അതിനെ ടേക്ക് ഓവർ ചെയ്യാനായി ചതിയിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം അവരുടെ പ്രോഡക്റ്റിൽ മായം ഉണ്ടെന്ന് കേസായതിനെ തുടർന്ന് കമ്പനി അടച്ചു പൂട്ടാതിരിക്കാനായി വലിയ കമ്പനി ആവശ്യപ്പെട്ട വിലയ്ക്ക് ഈ കമ്പനി എഴുതി കൊടുത്തത്. വളരെ നിസ്സാരമായി അങ്ങനെ പടുത്തുയർത്തിയ ആ ഒരു സ്വപ്നം നഷ്ടപ്പെടേണ്ടി വന്ന അദ്ദേഹം പിന്നീട് ഹൃദയം പൊട്ടി മരിക്കുകയായിരുന്നു ഉണ്ടായത്. ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഇതിന് പിന്നിലെ സത്യാവസ്ഥ ഞാൻ അന്വേഷിക്കാമെന്ന് യുവാൻ ജിയാങ്ങിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. അതായത് അന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കണക്ക് പ്രോഡക്റ്റിലെ മായം വരുത്തിയ വെറും ലാഭത്തിൽ മാത്രം കണ്ണു നട്ടിരുന്ന ഒരു ബിസിനസ്സുകാരനല്ല ജിയാങ്ങിന്റെ അച്ഛൻ എന്നത് എല്ലാവരുടെ മുന്നിൽ ഇത്രയും വർഷം കഴിഞ്ഞെങ്കിൽ പോലും താനത് ബോധ്യപ്പെടുത്തി എടുക്കുമെന്ന് യുവാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അടുത്ത ദിവസം മടങ്ങി പോകാൻ നേരം അമ്മയാകട്ടെ യുവാൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് സത്യം ഇപ്പൊ അറിഞ്ഞിട്ടും ജിയാങ്ങിനെ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ വിടുന്നത്. സൂക്ഷിച്ചും കണ്ടു നിൽക്കണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും യുവാനോടും തന്നോടും അപ്പു തന്നെ പറയണമെന്നെല്ലാം അമ്മ അവളോട് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരിവിടെ നിന്ന് പുറപ്പെടുന്നുണ്ടല്ലോ. ഇതേ ടീം യുവാന്റെ അപ്പാർട്ട്മെന്റില് യുവാന്റെ അസിസ്റ്റന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗേൾ ഫ്രണ്ടിന് യുവാൻ യഥാർത്ഥത്തിൽ ആ ഒരു അപ്പാർട്ട്മെന്റ് ഓണർ ആണെന്നും തന്റെ ബോയ് ഫ്രണ്ട് അല്ല ഓണർ എന്നും മനസ്സിലാവുന്നുണ്ട്. തുടർന്ന് അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നു. ആക്ച്വലി ന്യൂ ഇയർ ഒക്കെ ആയിരുന്നല്ലോ. അപ്പൊ അത് പ്രമാണിച്ചുള്ള ഈ ഒരു അപ്പാർട്ട്മെന്റ് കമ്മ്യൂണിറ്റിയുടെ ഗിഫ്റ്റ് യുവാന്റെ പേരിലാണ് കിട്ടുന്നത്. ആ ഒരു സമയത്ത് ഇയാൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഗേൾ ഫ്രണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതുപോലെ ഞാൻ ആക്ച്വലി വലിയ ഓഫീസർ ഒന്നും അല്ല, ഞാനൊരു സാധാ അസിസ്റ്റന്റ് ആണ്, ഇത് എന്റെ അപ്പാർട്ട്മെന്റും അല്ല, യുവാനാണ് തന്റെ ബോസ് എന്ന കാര്യങ്ങളൊക്കെ. അത് കേട്ട് ഗേൾ ഫ്രണ്ട് ആകെ കലിയിളകി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് യുവാന്റെയും ജിയാങ്ങിന്റെയും വരവ്. അവർ കാര്യം തിരക്കുമ്പോൾ പറയുന്നുണ്ട്, ഈ ഗേൾ ഫ്രണ്ട് ആകെ പിണങ്ങി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ജിയാങ് ഗേൾ ഫ്രണ്ടിനോട് അവരോടുള്ള സ്നേഹം കൊണ്ടല്ലേ അയാൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായി നോക്കുമ്പോൾ കേൾക്കാതെ ഭയങ്കര കലിപ്പി നിൽക്കുമ്പോൾ യുവാൻ എത്തി, നീ ഇങ്ങ് വാ, അവര് തമ്മിൽ ഇപ്പോ പിണക്കം മാറാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ജിയാങ്ങിനെ മാറ്റി നിർത്തുന്നു. അതെന്ത് ഐഡിയ ആണെന്ന് ജിയാങ് നോക്കുമ്പോഴേക്കും അസിസ്റ്റന്റ് അവിടെ ഭയങ്കരമായി ഗേൾ ഫ്രണ്ടിനോട് മാപ്പ് അപേക്ഷിക്കുകയാണ്. ആക്ച്വലി അവളെ പറ്റിക്കാൻ വേണ്ടിയല്ല, പക്ഷെ ഈ ഒരു റിലേഷൻ ഒന്ന് നന്നായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അങ്ങനെ കള്ളങ്ങൾ പറയേണ്ടി വന്നതാണെന്നല്ല. എന്തായാലും ഭയങ്കരമായി സോറി ചോദിക്കുമ്പോൾ ഗേൾ ഫ്രണ്ട് അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ ഇഷ്യൂ സോൾവ് ചെയ്ത് അവിടെ നിന്ന് പോകുമ്പോഴേക്കും അത് കണ്ടു നിന്ന് ജിയാങ് ആകട്ടെ യുവാനോട് എന്നോട് എന്തെങ്കിലും കള്ളം പറയുകയോ തെറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഇതുപോലെ മാപ്പ് ചോദിച്ചാലൊന്നും ഞാൻ സമ്മതിച്ചു തരുമെന്ന് വിചാരിക്കേ വേണ്ടാന്ന്. അത് കേൾക്കുന്നവൻ ഞാൻ അങ്ങനെ ഒന്നും കള്ളം പറയാൻ പോകുന്നില്ല എന്ന് അവൾക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇപ്പൊ അപ്പാർട്ട്മെന്റ് ഫ്രീ ആയില്ലേ, തിരിച്ചങ്ങോട്ടേക്ക് പോകുന്നുണ്ടോ എന്ന അവളുടെ ചോദ്യത്തിന് ഇല്ല, അത് വിറ്റാലോ എന്ന് ഞാൻ ആലോചിക്കുന്നതെന്നും പറഞ്ഞ് അവൻ ചിരിക്കുകയാണ്. അതായത് ഇനിയും ഒന്നിച്ച് സ്റ്റേ ചെയ്യാൻ തന്നെയാണ് പ്ലാൻ എന്നത്. അപ്പോ പറഞ്ഞു വരുമ്പോ ഒരു ലീവിംഗ് ടുഗദർ കണക്ക് രണ്ടുപേരും അങ്ങ് കൂടിയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ ഓഫീസ് കാണുമ്പോഴേക്കും അവിടെ പുതിയൊരു ബോസ് ചാർജ് എടുക്കാണ്. ഷബോയെയും യുവാനെയൊക്കെ വഴക്ക് പറഞ്ഞ ആ ഒരു ബോസിനെ നമ്മൾ കണ്ടിരുന്നില്ലേ, ആള് മറ്റൊരു ബ്രാഞ്ചിലേക്ക് മാറുകയും ഇവിടേക്ക് മിസ്റ്റർ ലിൻ എത്തുകയും ചെയ്യുന്നു. അതേ പൊസിഷനിലേക്ക്. ലിന്നിനെ മുന്നേ നമ്മൾ കണ്ടിരുന്നു. ലിൻ വഴിയാണ് ജിയാങ് ഇവിടെ ജോലിക്ക് കയറിയതല്ലേ. അപ്പൊ ലിൻ ഇവിടെ വീണ്ടും ചാർജ് എടുക്കുന്നുണ്ട്. അങ്ങനെ പുതിയൊരാള് ചാർജ് എടുക്കുമ്പോൾ അവിടുത്തെ എംപ്ലോയീസിനെ ഒന്ന് സംബോധന ചെയ്യുന്ന രീതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ എംപ്ലോയീസിനെയും വിളിച്ച് ലിൻ ഒന്ന് ഇൻട്രോ ചെയ്യുന്നുണ്ട്. ഈ ടീം ജിയാങ്ങിനെ പ്രത്യേകമായി ലിൻ ഒന്ന് ശ്രദ്ധിക്കുന്നത് ബാക്കി സ്റ്റാഫ്സിന് അത്ര ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് ആ ജിന്നിന്. അവളാണല്ലോ ജിയാങ് ഇവിടെ ജോലിക്ക് കയറിയ ടീം ചുമ്മാ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ നോക്കിയതും ജിയാങ് യുവാനോട് മിണ്ടുമ്പോൾ അതിനെപ്പറ്റി ഷവോയുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കിയതൊക്കെ ഭയങ്കര അസൂയാണ് അവൾക്ക് ജിയാങ്ങിനോട്. എന്തായാലും മിസ്റ്റർ ലിന്നിനെ അവിടെ സോപ്പിടാനായി ജിയാങ്ങിന് പണി കൊടുക്കാറുള്ള അവളുടെ ആ ഒരു ടീം ലീഡർ ആളെ ചെന്ന് കണ്ട് സോപ്പിട്ട് സംസാരിക്കുന്നുണ്ട്. പുതിയൊരു മേലധികാരി വരുമ്പോൾ നന്നായിട്ട് സോപ്പ് ഇടണമല്ലോ എന്ന ആ ഒരു രീതിക്ക്. പക്ഷെ അയാളെ കട്ടെ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയായിരുന്നു ലിൻ ചെയ്തത്. ഓവർ സ്മാർട്ട് ആവാൻ നോക്കണ്ട എന്ന താക്കീതോടുകൂടി. അതിനുശേഷം ജിയാങ്ങിനെ കാണാനായി വിളിപ്പിക്കുന്നുണ്ട്. ജിയാങ് ചെല്ലുമ്പോൾ ജിയാങ് ഇവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് ലിൻ സംസാരിക്കുമ്പോൾ ലിന്നാണല്ലോ തനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്, അതുകൊണ്ട് തന്നെ ലിന്നിനെ ഡിസപ്പോയിന്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്റെ ഭാഗത്ത് നിന്ന് കമ്പനിയിൽ ഒരു പെർഫോമൻസ് വീഴ്ചയും ഉണ്ടാവില്ല എന്ന് ജിയാങ് പറയുമ്പോൾ എന്തായാലും നന്നായി വർക്ക് ചെയ്യുന്നതിൽ നിന്റെ അച്ഛൻ സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ലിൻ പറയുമ്പോൾ തന്റെ അച്ഛനെ ലിന്നിന് അറിയാമെന്ന് ജിയാങ്ങിന് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി തിരക്കുമ്പോൾ അറിയാം അദ്ദേഹം പക്ഷെ ലാസ്റ്റ് ആ ഒരു സാഹചര്യത്തില് മരിച്ചത് ഓർക്കുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ട്, സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടമുണ്ടെന്നല്ല ലിൻ പറയുമ്പോൾ കൂട്ടത്തിൽ തന്നെ ജിയാങ്ങിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ തന്നോട് ചോദിക്കാൻ മറക്കരുതെന്നും കൂടി പറയുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്ന ജിയാങ് തനിക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി തന്റെ കഴിവ് മനസ്സിലാക്കി ലിൻ തന്നതിൽ തന്നെ ഒരുപാട് നന്ദിയുണ്ട്, അതിൽ കൂടുതലൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ജിയാങ് അവിടെ നിന്ന് പോകുന്നു. ജിയാങ്ങിനോട് ജിയാങ്ങിന്റെ അച്ഛനെ പറ്റി നല്ല കാര്യങ്ങളാണ് ലിൻ പറഞ്ഞത്, സഹായിക്കാൻ പറ്റിയില്ല, അതിൽ സങ്കടം ഉണ്ടെന്ന
രീതിയിലൊക്കെ പറഞ്ഞെങ്കിലും ജിയാങ് പോയ ശേഷം ലിന്നിന്റെ മുഖം ഇരിക്കുന്നത് കാണുമ്പോൾ എന്തോ പന്തികേട് കണക്ക് തോന്നുന്നുണ്ട്. എന്താണെന്ന് കണ്ടറിയാം. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും യുവാൻ ഇവിടെ ഇല്ലായിരുന്നല്ലോ. യുവാൻ ജിയാങ്ങിന്റെ അമ്മയ്ക്ക് വാക്ക് കൊടുത്ത കണക്ക് ജിയാങ്ങിന്റെ അച്ഛന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായി പോയിരിക്കുകയാണ്. അങ്ങനെ പോകുമ്പോൾ ഡൂലെ കണ്ടുമുട്ടുന്നു. രണ്ടുപേരും ഒരേ കാര്യത്തിന്റെ പുറകെ ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് രണ്ടുപേരും കൂട്ടിമുട്ടിയിരിക്കുന്നത്. അത് യുവാന് മനസ്സിലായില്ലെങ്കിലും ഡൂലയ്ക്ക് മനസ്സിലാവുന്നു. ഡൂലെ നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തിന്റെ പുറകെയാണ്, അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കാന്ന് പറയുമ്പോൾ യുവാൻ ആദ്യം ഒരു മടി ഉണ്ടെങ്കിലും പിന്നീട് സമ്മതിക്കുന്നു. അങ്ങനെ ഡൂലെ അന്ന് കോണ്ടാക്ട് ചെയ്ത അതേ ആളെ കാണാനായി രണ്ടുപേരും ഇപ്പൊ പോകുന്നുണ്ട്. ആളൊരു ബാറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ കാണാനായി ചെല്ലുമ്പോൾ അവിടേക്ക് ബൗൺസേഴ്സ് കടത്തി വിടുന്നില്ല. ഒടുക്കം തന്ത്രപരമായി യുവാനാകട്ടെ ഡൂലയുടെ പേഴ്സിൽ നിന്ന് കാശെടുത്ത് ബൗൺസേഴ്സിന് ടിപ്പ് കൊടുക്കുന്ന കണക്ക് കൊടുത്ത് അവരെ ഒന്ന് ഹാപ്പിയാക്കി അകത്തേക്ക് കയറുമ്പോൾ നിന്റെ കാശെടുത്ത് കൊടുക്കാതെ എന്റെ കാശെടുത്ത് കൊടുത്ത് എന്തിനാണെന്ന് ഡൂലെ തിരക്കുന്ന ടീം. നീയല്ലേ നമുക്ക് ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നത്, അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് യുവാൻ കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരാകട്ടെ കാണാനെത്തിയ ആളെ കാണുമ്പോഴേ ഇവരെ ഒന്നിച്ച് കാണുമ്പോഴും പന്തികേട് മനസ്സിലാക്കുന്ന അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. പക്ഷെ വിടാതെ പിടികൂടി സത്യം പറഞ്ഞില്ലേ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുമ്പോൾ വേറെ വഴിയില്ലാതെ അയാൾ കാര്യങ്ങൾ പറയുന്നു. അന്ന് ഡൂലെ വന്ന് ചോദിച്ചപ്പോൾ ഡൂലേക്ക് പ്രോപ്പറായി ഒരു ആൻസർ കൊടുക്കാതെ വിട്ട അയാൾ ഇപ്പൊ ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നുണ്ട്. ഇത് വെറുതെ അല്ലാതെ മനസ്സിലാക്കി തന്നെ ആകെ പേടിച്ചു പോയിരുന്നു. എന്തായാലും അയാൾ പറയുന്നുണ്ട് ലിൻഡ ആവശ്യപ്പെട്ട പ്രകാരമാണ് വർഷങ്ങൾക്ക് മുന്നേ ജിയാങ്ങിന്റെ അച്ഛനോട് താൻ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തതെന്ന്. സെക്യൂരിറ്റീസ് എന്ന ലിൻഡ ഇപ്പൊ കൈകാര്യം ചെയ്യുന്ന കമ്പനിയിലേക്ക് ലിൻഡ ചുമതല ഏറ്റെടുക്കും മുന്നേ, ആ ഒരു കമ്പനി സ്ഥാപിക്കും മുന്നേ MH സെക്യൂരിറ്റീസിന്റെ ഭാഗമായി ലിൻഡ കുറച്ചു നാൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ വർക്ക് ചെയ്ത് കുറച്ചു നാളത്തെ എക്സ്പീരിയൻസിന് ശേഷമാണ് സെക്യൂരിറ്റീസ് എന്ന സ്ഥാപനത്തിലേക്ക് ലിൻഡ കടന്നു വന്നത്. എന്തായാലും ലിൻഡ പറഞ്ഞു കൊടുത്തത് പ്രകാരം ജിയാങ്ങിന്റെ അച്ഛന്റെ കൂടെ നിന്ന് ചില സ്റ്റാഫ്സിനെ കൈക്കലാക്കി അവർ വഴിയാണ് ജിയാങ്ങിന്റെ അച്ഛന്റെ പ്രോഡക്റ്റുകൾ ക്വാളിറ്റി ഇല്ലാത്തവയാണ് എന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാനായി ഇവർക്ക് സാധിച്ചത്. അതുവഴി വലിയ ബാധ്യതയിലേക്കും കമ്പനി പൂട്ടേണ്ട അവസ്ഥയിലേക്കും ജിയാങ്ങിന്റെ അച്ഛനെ എത്തിക്കുകയും അങ്ങനെ കമ്പനി പൂട്ടിയാലേ കമ്പനിയിലുള്ള തൊഴിലാളികൾക്ക് അത് വലിയ നഷ്ടമാവും, അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടും എന്ന ആ ഒരു രീതിക്ക് ആ കമ്പനി എങ്ങനെയും നിലനിൽക്കട്ടെ എന്ന ആ ഒരു സാഹചര്യത്തിലേക്ക് ജിയാങ്ങിന്റെ അച്ഛനെ എത്തിച്ചതും അതുവഴി അദ്ദേഹത്തിന് കമ്പനി നഷ്ടപ്പെടുകയും പിന്നീട് അദ്ദേഹം മരിക്കുകയുമായിരുന്നു ഉണ്ടായത്. എന്തായാലും ലിൻഡയാണ് തന്നെ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യിച്ചത്. ഡൂലയ്ക്ക് അതിൽ യാതൊരു പങ്കുമില്ലാന്ന് സമ്മതിക്കുന്ന അയാൾ, പക്ഷെ ലിൻഡയ്ക്ക് മുകളിൽ ആരോ ഉണ്ട്. ലിൻഡ അയാൾ വഴി ഡിസ്കസ് ചെയ്താണ് എന്നോട് ഓർഡേഴ്സ് പാസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ മുകളിൽ ഉണ്ടായിരുന്നത് ലിൻഡ ആണെങ്കിൽ അവൾക്ക് തലയ്ക്ക് മുകളിൽ മറ്റൊരാൾ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങൾക്ക് പിന്നിൽ ഏറ്റവും വലിയ മാസ്റ്റർ ബ്രെയിൻ ആയി എന്ന് അയാൾ പറയുമ്പോൾ അത് ആരാണെന്ന് ഇവർ തിരക്കുന്നുണ്ട്. ഡൂലയ്ക്ക് പോലും അങ്ങനെ ഒരാളെ പറ്റി ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് അവൻ അത് അറിയുന്നത്. പക്ഷെ ഇയാൾക്കാകട്ടെ അങ്ങനെ ഒരാൾ ഉണ്ടെന്നേ അറിയൂ, അത് ആരാണെന്ന് പറയാൻ അറിയില്ല. എന്തായാലും ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഡൂലയും യുവാനും അയാൾ ആരാണെന്ന് കണ്ടുപിടിക്കണം, അയാളാണ് എല്ലാത്തിന്റെയും ഉത്തരവാദി എന്ന് ഉറപ്പിക്കുന്നു. എന്തായാലും പിന്നീട് ഡൂലെ ലിൻഡയെ കാണാനായി പോകുന്നുണ്ട്. ആരാണ് ലിൻഡയുടെ ബോസ് എന്ന് ഡൂലെ തിരക്കുമ്പോൾ ഓൾറെഡി ഡൂലെ ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ലിൻഡ നീ അതിന്റെ പുറകെ പോകാതിരിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അത് കൂടുതൽ അപകടം വരുത്തി വെക്കുമെന്നൊക്കെ പറയുമ്പോൾ എനിക്കത് അറിഞ്ഞേ തീരൂ, ഞാനല്ല തെറ്റുകാരനെന്ന് തെളിയിക്കാനായി ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണെന്നല്ല ഡൂലെ പറയുമ്പോൾ നീ അല്ല തെറ്റുകാരനെന്ന് നീ ആരുടെ മുന്നിലാണ് തെളിയിക്കാൻ നോക്കുന്നത്? ജിയാങ്ങിന്റെ മുന്നിലല്ലേ. പക്ഷെ നീ അത് തെളിയിക്കാനായി നടന്നു ഒടുക്കം അവൾക്ക് തന്നെ പ്രശ്നമായാലോ, വെറുതെ അതൊക്കെ വരുത്തി വെക്കണമെന്ന് എന്റെ ഒരു താക്കീത് കണക്ക് ഡൂലയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും യുവാൻ പോയിട്ടുണ്ടായിരുന്നത് ജിയാങ്ങിന്റെ അച്ഛന്റെ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളെ കാണാനായിട്ടാണ്. അയാളെ സ്വാധീനിച്ചാണ് കമ്പനിയിലെ തിരുമറി നടത്താനായി ലിൻഡയുടെ ആ ഒരു സ്റ്റാഫിനൊക്കെ സാധിച്ചത്. അയാളെ കണ്ട് ഇപ്പൊ കാര്യം തിരക്കുമ്പോൾ അയാൾക്കാട്ടെ അന്ന് ചെയ്ത തെറ്റിന് വളരെയേറെ കുറ്റബോധമുണ്ട്. അന്ന് ആ സാഹചര്യം മൂലം പണത്തിൽ കൊതിയൊക്കെ മൂത്ത് ഇവരുടെ കൂടെ നിന്ന് അയാൾക്കൊരു ജീവിതം നൽകിയ, അയാളെ വലിയ രീതിയിൽ സഹായിച്ച ജിയാങ്ങിന്റെ അച്ഛന് തന്നെ പണി കൊടുത്തതിൽ പിന്നീട് അയാൾക്ക് ലൈഫിൽ ഭയങ്കര റിഗ്രറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ യുവാനോട് അയാൾ സത്യം തുറന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് ആ പേര് കേട്ട് യുവാൻ ഞെട്ടുന്നത്. പേര് മറ്റൊന്നുമല്ല, ലിൻഡയുടെ ബോസ് മിസ്റ്റർ ലിൻ എന്നതായിരുന്നു. ലിൻ എന്ന ആളുടെ പേര് കേൾക്കുമ്പോൾ യുവാൻ തീർച്ചയായും ഞെട്ടിപ്പോവല്ലോ. കാരണം അവന്റെ കമ്പനിയിൽ ഇപ്പൊ ഉള്ള ബോസ് തന്നെയാണ് ലിൻ. അയാളായിരുന്നു ഏറ്റവും വലിയ ഉടായ്പിന്റെ ആശാൻ എന്നത് ഇപ്പോഴല്ലേ യുവാൻ അറിയുന്നത്. എന്തായാലും യുവാൻ ഇവിടെ ഞെട്ടിയിരിക്കുന്ന ഇതേ ടീം തന്നെ ലിൻഡയും ലിന്നും സംസാരിക്കുകയാണ്. ഡൂലെ ഈ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുന്ന കാര്യം പറയുന്ന ലിൻഡ ജിയാങ്ങിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൾക്ക് അവളുടെ അച്ഛന്റെ മരണത്തെ പറ്റി വലിയ പിടുത്തമൊന്നുമില്ല. അവളെന്തായാലും ഒന്നും അന്വേഷണം നടക്കുന്ന ഒരു മട്ടും എനിക്ക് തോന്നുന്നില്ല. ജോലിയിൽ മാത്രം അവളുടെ ശ്രദ്ധ എന്നല്ല പറയുന്ന ലിൻ. എന്തെങ്കിലും ജിയാങ് അത് അന്വേഷിക്കുന്ന കണക്ക് തോന്നിയ അന്ന് അവളുടെ കഥ കഴിയുമെന്ന് ലിൻഡയോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും അതിനുശേഷം ലിൻ ആകട്ടെ ജിയാങ്ങിനും അവളുടെ കൊളീഗ്സിനും ടാസ്ക് കൊടുക്കുന്നുണ്ട്. 4 പേർക്ക് 4 ഡിഫറെന്റ് ടാസ്ക് ആണ് നൽകുന്നത്. അത് ഇത്ര സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതിന് അവർ അക്കൗണ്ടബിൾ ആയിരിക്കും എന്നും പറഞ്ഞു വിടുന്നു. പക്ഷെ പ്രത്യേകമായി ജിന്നിനെ തന്നെ വിളിച്ച് ജിന്നിന് ജിയാങ്ങിനോട് ഒരു പ്രൊഫഷണൽ അസൂയ ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ അത് കുറച്ച് ആളി കത്തിക്കുന്ന രീതിയിൽ നിങ്ങളൊക്കെ ഏതാണ്ട് ഒന്നിച്ച് ജോയിൻ ചെയ്തവരല്ലേ, പറയുവാണെങ്കിൽ ജിയാങ്ങിനേക്കാളും മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്തു, എന്നിട്ടും പക്ഷെ ജിയാങ്ങിനാണ് കൂടുതൽ ഹോൾഡ് ഈ കമ്പനിയിലുള്ളത്. എല്ലാവരും അവളുടെ പെർഫോമൻസിനാണല്ലേ വാഴ്ത്തുന്നത്, അതൊന്ന് മാറ്റിയെടുക്കണ്ടേ. അതുകൊണ്ട് എങ്ങനെങ്കിലും ഈ ഒരു ടാസ്ക് ജയിക്കാൻ നോക്ക്, അതിന് എത്തിക്സ് ഒന്നും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞ് എരിപിരി കയറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി ജിയാങ്ങിനോട് അസൂയ ഉണ്ടായിരുന്ന ജിൻ
ഇതില് അസൂയ ഒന്നുകൂടെ ആളിക്കത്തി ജിയാങ് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാതിരിക്കാനായി എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുന്നു. ജിയാങ്ങിന് കിട്ടിയ ടാസ്കിൽ അവൾ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. ആ മീറ്റിംഗ് ജിയാങ് അറ്റൻഡ് ചെയ്യരുതെന്ന ഉദ്ദേശത്തിൽ ജിയാങ്ങിന് ലിഫ്റ്റ് കൊടുക്കാനായി സിൻ പ്ലാൻ ചെയ്യുകയും അത് പ്രകാരം അണ്ടർ മെയിന്റനൻസിൽ ഉണ്ടായിരുന്ന ലിഫ്റ്റിന്റെ ബോർഡ് മാറ്റിവെച്ച് ജിയാങ്ങിനെ ലിഫ്റ്റിൽ കുടുക്കിയിടുക എന്നതാണ് സിന്നിന്റെ പ്ലാൻ. അവൾ അതിനുവേണ്ടി കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ ജിയാങ് ആകട്ടെ പുറത്തു പോയിരുന്ന യുവാനെ ഫോൺ ചെയ്യുന്നുണ്ട്. എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാനായി പോവാണ്, കഴിയുമ്പോൾ കുറച്ച് ലേറ്റ് ആവും, എന്തായാലും എന്നെ പിക്ക് ചെയ്യാൻ വരണേന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം നേരെ ലിഫ്റ്റിൽ ചെന്ന് ജിയാങ് കയറുമ്പോഴേക്കും അവൾ അതിൽ പെട്ടുപോകുന്നുണ്ട്. ആകെപ്പാട് അതിൽ കുടുങ്ങി രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ ശ്വാസം മുട്ടലൊക്കെ അനുഭവിച്ച് അവൾ വല്ലാതെ കുഴഞ്ഞു പോകുന്ന ഈ ടീം അവിടുത്തെ സെക്യൂരിറ്റി ഗാർഡ്സിനെ പോലും അവർ ജിയാങ്ങിനെ CCTVയിലൂടെ കണ്ടുപോലും രക്ഷപ്പെടുത്താതിരിക്കാനായി ഡിസ്ട്രാക്ട് ചെയ്യാനും സിൻ മറന്നിട്ടില്ലായിരുന്നു. യുവാനെ ആ ടീം ഡൂലെ ഫോൺ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ലിൻഡയുടെ ബോസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഞാനൊരു ശ്രമം നടത്തിയിട്ട് മനസ്സിലായില്ല എന്നെല്ലാം ഡൂലെ പറയുമ്പോഴേക്കും അത് താൻ കണ്ടുപിടിച്ചെന്നും അത് മിസ്റ്റർ ലിൻ ആണെന്നും യുവാൻ പറഞ്ഞിരുന്നു. കൂടാതെ ലിൻ ഇപ്പോ MHൽ വീണ്ടും ചാർജ് എടുത്തു എന്ന കാര്യങ്ങളെല്ലാം യുവാൻ പറഞ്ഞപ്പോ എങ്കിൽ ജിയാങ്ങിനത് അപകടമാവില്ലേ എന്ന് ഡൂലെ ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു കാര്യം യുവാൻ ഓർക്കുന്നത് തന്നെ. യുവാൻ വേഗം ജിയാങ്ങിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നു. പക്ഷെ കിട്ടുന്നില്ല. അവൾ ആ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനും പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവൻ അവൾ എവിടെയാണെന്ന് അവളുടെ ലൊക്കേഷൻ ട്രേസ് ചെയ്യാനായി ശ്രമിക്കുന്ന ടീം അവൾ ഓഫീസിൽ തന്നെയുണ്ട്, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി പുറത്ത് പോയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നവൻ വേഗം തന്നെ ഓഫീസിൽ അവളെ അന്വേഷിച്ചു പോകുന്നുണ്ട്. തുടർന്ന് ഓഫീസിൽ അവളെ പെട്ടെന്ന് കാണാൻ സാധിക്കാതെയും എന്നാൽ ഓഫീസിൽ തന്നെ അവൾ എവിടെയോ കുടുങ്ങിക്കിടക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവൻ കുറെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ആ ഒരു സമയത്തേക്ക് അവൾ ലിഫ്റ്റിൽ ആകെപ്പാടെ കുഴഞ്ഞ അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വേഗം തന്നെ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. തുടർന്ന് ഈ ഒരു കാര്യം അറിഞ്ഞ് ഡൂലെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നുണ്ട്. ജിയാങ്ങിന് കുഴപ്പമൊന്നുമില്ല. ആകെപ്പാടെ അവൾ പേടിച്ച് തളർന്നു പോയിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഡിസ്ചാർജ് ആക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജിയാങ്ങിന്റെ ഈ ഒരു അവസ്ഥ കണ്ടതിനേക്കാൾ സങ്കടവും ദേഷ്യവും ഡൂലേക്ക് വരുന്നത് ജിയാങ്ങും യുവാനും ഒന്നിച്ചുള്ള ആ ഒരു കാഴ്ച കാണുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കലിപ്പിൽ ഡൂലെ അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നത് ലിന്നിനെ കാണാനായിട്ടാണ്. ലിന്നിനെ കാണാതിരിക്കാനായി തടഞ്ഞ സ്റ്റാഫിനെ എല്ലാം അടിച്ചിട്ട് ഡൂലെ അങ്ങനെ ലിന്നിന്റെ അടുത്തേക്ക് ചെന്ന് ഒരു ഡീൽ വെക്കുന്നുണ്ട്. നിങ്ങളെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം യുവാൻ കണ്ടെത്തിയിരിക്കുന്നു. അതിന് നിങ്ങൾക്ക് കുഴപ്പമാവാതിരിക്കാനായി ഞാൻ നിങ്ങളെ സഹായിക്കാം. എനിക്ക് വേണ്ടത് ജിയാങ്ങിനെയാണ്. യുവാനെ ഒഴിവാക്കി നമുക്ക് രണ്ടുപേർക്കും നേട്ടങ്ങളുണ്ട്. സത്യങ്ങൾ അറിഞ്ഞ യുവാനെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ രഹസ്യം അതേപടി ഇരിക്കും. എനിക്ക് ജിയാങ്ങിനെ സ്വന്തമാക്കാം. നാളെ ജിയാങ് ആ ഒരു രഹസ്യം അറിഞ്ഞ് നിങ്ങൾക്കെതിരെ തിരിയുമെന്ന പേടി വേണ്ട. അവൾ എന്റെ സ്വന്തമായി കഴിഞ്ഞാൽ അവൾ ഒരിക്കലും രഹസ്യം അറിയാതെ ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യും. അതുവഴി നിങ്ങൾക്കുമാണ് നേട്ടം. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിന്നാൽ രണ്ടുപേർക്കും ഗുണമുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ രഹസ്യം മറച്ചു വെച്ച് നിങ്ങളുടെ പദവിയും ഡിഗ്നിറ്റിയും നഷ്ടപ്പെടാതെ മുന്നോട്ട് പോവാം. എനിക്ക് എന്റെ ജിയാങ്ങിനെ സ്വന്തമാക്കാം. നമ്മുടെ രണ്ടുപേരുടെയും ശത്രു യുവാനാണ്. അവനെ നമുക്ക് ഒന്നിച്ചു നിന്ന് ഒഴിവാക്കണമെന്നെല്ലാം ഡൂലെ ലിന്നിനോട് പറയുമ്പോൾ ലിന്നിന് അതിൽ വലിയ എതിർപ്പൊന്നുമില്ല. കാരണം അയാൾക്ക് വേണ്ടത് രഹസ്യം ജിയാങ് അറിയരുത്, നാളെ ഇതിന്റെ പേരിൽ തനിക്കെതിരെ കേസും കാര്യങ്ങളും വരരുത് എന്നതാണ്. അതിന് ഡൂലെ പറയുന്ന ഈ കാര്യങ്ങൾ അയാൾക്ക് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരിവിടെ ഒന്നിക്കുകയാണ്. തന്റെ കൂടെ നിന്ന് സത്യം തെളിയിക്കാമെന്ന് പറഞ്ഞ് കൂട്ടുകൂടിയ ഡൂലെ ജിയാങ്ങിനെ സ്വന്തമാക്കാനായി ഇപ്പോ ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുന്നത് പാവം യുവാൻ അറിഞ്ഞിട്ട് പോലുമില്ല. യുവാനെ ഇല്ലാതാക്കുന്നതിലൂടെ ജിയാങ്ങിനെ സ്വന്തമാക്കുക എന്നത് മാത്രമല്ല ഡൂലയുടെ ലക്ഷ്യം. ഡൂലേക്കും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും ജിയാങ്ങിന്റെ അച്ഛന്റെ മരണത്തിൽ പങ്കുണ്ട് എന്നത് യുവാൻ വഴി ജിയാങ് അറിയുക എന്ന ആ വലിയ അപകടവും ഡൂലേക്ക് യുവാൻ ഇല്ലാണ്ടായാൽ തടയാനായി സാധിക്കും. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.